എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഇതൊക്കെ ആൾക്കാരെ ഇത്രയും ട്രിഗർ ചെയ്യുന്ന കാര്യമെന്ന്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് പോയപ്പോഴാണ്, അതായത് നമ്മളുടെ ഫീമെയിൽ ഒരു എനർജി അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എവിടുന്നാണ് നിനക്ക് ഇത്ര ധൈര്യം വന്നേ, എവിടുന്നാണ് നിനക്ക് ഇതൊക്കെ പറയാൻ, അല്ല ഇത്രയും തെറി കേട്ടിട്ട് എങ്ങനെയാണ് നീ ഇതൊക്കെ പറയുന്നത്, മാസ്റ്റർബേഷനെ പറ്റി പറയുന്നു, സെക്സിനെ പറ്റി പറയുന്നു, 10 പേരുടെ കൂടെ പോയി കടന്നിട്ടുണ്ടെന്ന് പറയുന്നു, ഇതെങ്ങനെയാണ് പറയുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ ഒരേ ഒരു കാരണമുള്ളൂ, എനിക്ക് തന്തയില്ല, എനിക്ക് തന്തയുടെ റെസ്ട്രിക്ഷൻ ഇല്ല. കാരണം എൻ്റെ അമ്മയോട് പറഞ്ഞാൽ, എൻ്റെ അമ്മ ഇവിടെ വന്നിരിപ്പുണ്ട്, എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതായത് ഒരു സ്ത്രീക്ക് പറഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ കൂട്ടുകാരി അനീറ്റ, അവളുടെ അമ്മയോട് സംസാരിച്ച കാര്യം, അതായത് അവൾക്ക് എനിക്ക് സെയിം ഏജാണ്, അവളുടെ അമ്മയ്ക്ക് ഇപ്പം സെക്ഷലി ഓക്കെ ആണോ, ഓർഗാസം സംഭവിക്കാറുണ്ടോ, ഇങ്ങനത്തെ കാര്യമൊക്കെയാണ് അവളുടെ അമ്മയോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ അമ്മമാരോട് സംസാരിച്ചാൽ അമ്മമാർക്ക് നമ്മളെ മനസ്സിലാവും. നമ്മൾ 10 പേരോടെ പോയി കടന്നു പറഞ്ഞാൽ അമ്മമാർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടുത്തെ തന്തമാർക്ക് അത് പ്രശ്നമാണ്. കാരണം തന്ത അങ്ങനെയാണ് തന്തവൽക്കരിക്കപ്പെട്ടേക്കുന്നത്. അതാണ് തന്തവൽക്കരണം. അപ്പോൾ തന്തമാർ വേണ്ട. ഇപ്പം ഈ മാഡം പറഞ്ഞു തന്തേനെ ദത്തെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഒരിക്കലും ഒരു തന്തേനെ ദത്തെടുക്കില്ല, എനിക്ക് വേണ്ട, അങ്ങനെ ഒരാളെ വേണ്ട. അത് എന്തിനാ ഇതാണ് തന്തവൽക്കരിക്കപ്പെട്ട ലോകം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അതായത് ഇപ്പം ഞാൻ ഈ സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. സത്യം ഇവിടെ ഞാൻ ചില കാര്യത്തിന് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പക്ഷേ അത് ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് മാപ്പ് പറഞ്ഞൊന്നുമല്ല. ഇവിടെ എല്ലാവരും കൂടെ എന്നെ തന്തവൽക്കരിക്കപ്പെട്ട എല്ലാ ആൾക്കാരും കൂടെ മാപ്പ് പറ എന്ന് പറഞ്ഞ് ഞാൻ മാപ്പ് പറഞ്ഞതാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പം ഈ എൻ്റെ വീട്ടിൽ പാട്രിയാർക്കി ഇല്ല. അതായത് ആണുങ്ങളില്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര സമാധാനമുള്ളൊരു വീട്. എങ്ങനെ വേണേലും ഇരിക്കാം, എങ്ങനെ വേണേലും കിടക്കാം, തുണിയില്ലാതെ നടക്കാം. എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഊരി അങ്ങ് കളയും, എന്നിട്ട് തുണിയില്ലാതെയാണ് വീട്ടിൽ കൂടി അങ്ങ് നടക്കുന്നത്. അപ്പം അതൊരു സ്പേസാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എവിടെ വേണേലും കാല് കയറ്റി വെക്കാം. എന്നിട്ട് ഞാനൊരു 20 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കറങ്ങാനൊക്കെ പോകുന്ന തുടങ്ങി. അപ്പം അമ്മ ഈ പാട്രിയാർക്കിയുടെ ഭാഗമാണല്ലോ. അപ്പം അമ്മ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പാട്രിയാർക്കിയുടെ ഭാഗമായതുകൊണ്ട് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യും. പക്ഷേ പിന്നീട് ഞാൻ എന്ത് ചെയ്തു, അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇവിടെ ഭയങ്കര ഫേമസ് ആയ ബുദ്ധിജീവികളുണ്ടല്ലോ, ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, എല്ലാവരും ഫേസ്ബുക്ക് എടുത്ത് അമ്മ അറിയാതെ, അമ്മയ്ക്ക് അന്ന് വന്നുകൊണ്ടിരുന്നത് ശ്രീ മുത്തപ്പൻ മടപ്പുര അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അതെല്ലാം അൺഫോളോ അടിച്ച് ഞാൻ അമ്മയ്ക്ക് ഫേസ്ബുക്കിൽ എല്ലാം അങ്ങനെ ഞാൻ എൻ്റെ ബുദ്ധി പ്രയോഗിച്ചു. അപ്പോൾ അമ്മ പിന്നെ കാണുന്ന മൊത്തം ബിന്ദു അമ്മണി, കുക്കു ദേവകി ഇതൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അമ്മ അങ്ങനെയാണ് ചിന്തിച്ചത്. അപ്പം അമ്മമാരെ മാറ്റാൻ എളുപ്പമാണ്, പക്ഷെ തന്തമാർ മാറത്തില്ല. തന്തമാരാണ് ഇവിടുത്തെ ഫ്രീഡം ഇല്ലാത്തതിൻ്റെ പ്രശ്നം. അതായത് ഈ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇവിടെ ഈ സോഷ്യൽ മീഡിയ ഈ സൊസൈറ്റി ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിലേക്കൂടെ തുണിയില്ലാതെ വിക്കിരിയൊക്കെ ഇട്ട് നടന്നേനെ. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഈ ഇത്രയും തന്തവൽക്കരിക്കപ്പെട്ട ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും അടങ്ങി നിൽക്കുന്നത്. അപ്പം നമ്മൾ ഈ അടങ്ങി നിൽക്കാത്ത ഈ പെണ്ണുങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയുള്ള ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ് അതാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ തന്നെ ആ കുടുംബത്തിൻ്റെ ഹെഡ്, കുടുംബനാഥൻ, അച്ഛൻ എന്ന് പറയുന്നത്, തന്ത എന്ന് പറയുന്ന സാധനം ഈ നമ്മളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എലമെൻ്റാണ്. അതായത് ഒരു രാജാവ് എങ്ങനെയാണോ രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ ഒരു കുടുംബത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് ഫാദർ എന്ന് പറയുന്ന ഫിഗർ. അതവിടെ ആബ്സെൻ്റ് ആകുമ്പം നമുക്ക് നല്ല സമാധാനവും നല്ല ഇതും കിട്ടും. അപ്പം ഇത് ആണുങ്ങൾ ഇല്ലാതായതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യേണ്ടത്. ആണുങ്ങൾ ഇല്ലാതാവുക, അച്ഛൻ ഇല്ലാതാവുക, തന്ത ഇല്ലാതാവുകയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പം എൻ്റെ സുഹൃത്തുക്കളെല്ലാം ആൺസുഹൃത്തുക്കളാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ നേരത്തെ പറഞ്ഞു ആൺസുഹൃത്തുക്കളുടെ കാര്യം. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫെമിനിസത്തിൽ ആണ് പെണ്ണെന്നൊന്നുമില്ല, ഇൻ്റർസെക്ഷണൽ ആയിട്ടുള്ളൊരു ടേമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതായത് ക്യൂർ ആയിട്ടുള്ള മനുഷ്യരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ തന്നെ വന്നിരിക്കുന്ന ഒത്തിരി പേര് ആണുങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആണുങ്ങൾ ഇഷ്ടംപോലെ ആണുങ്ങൾ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരുടെ കൂടെയൊക്കെ നടന്ന് അവരുടെ ചിന്താഗതിയൊക്കെ അങ്ങ് മാറ്റുക. അപ്പോൾ കൂടുതൽ ആണുങ്ങൾ ഫെമിനിസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ആ ഫെമിനിസ്റ്റായ ആണുങ്ങൾക്ക് കുട്ടികളുണ്ടായി അവർ തന്തയാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ആ പാട്രിയാർക്കിയൊക്കെ കുറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർ മക്കളെ ഇഷ്ടത്തിന് വിടുക, അവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വിടുന്ന ഇതുണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പോൾ ഈ തന്തമാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സമയമായി പറയണേ, അപ്പോൾ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ടോ? അപ്പം ഈ തന്തമാർ ചെയ്യുന്നൊരു, അതായത് ഈ കണക്ക് പറയും. അതായത് ആർട്ടിക്കിൾ 51A(k) ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് സിറ്റിസൺ ആണ്. അപ്പോൾ 6 മുതൽ 14 വയസ്സുള്ള കുട്ടിക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. അത് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പാരൻ്റ് ആണ്. പാരൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിന് കണക്ക് പറയും, ഞാൻ നിന്നെ അത്രയും കാലം പഠിപ്പിച്ചില്ലേ, എന്നിട്ട് നീ അങ്ങനെയാക്കാനാണോ? അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരു സ്ലേവ്സിനെ സൃഷ്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. പക്ഷേ അതിനകത്തേക്ക് ആണുങ്ങൾ ഇങ്ങനെ കടന്നു കയറി. പിന്നെ ഇത് ഈ തന്തവൽക്കരിക്കപ്പെട്ട ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഡാമേജ് അനുഭവിക്കുന്ന പുരുഷന്മാർ തന്നെയാണ്. കാരണം അവർക്ക് ഒരു പെണ്ണിനെ കെട്ടിക്കണം, അതിന് വേണ്ട പൈസ ഉണ്ടാക്കണം,
ലോൺ എടുക്കണം, ഗൾഫിൽ പോകണം, എന്നിട്ട് ഇനി സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കണം. അപ്പം അനീറ്റ കേട്ടോ എക്സാമ്പിൾ. അനീറ്റയ്ക്ക് സ്ത്രീധനം അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം പറയുമ്പോൾ സ്ത്രീധനമായിട്ട് പൈസ കൊടുക്കൂല, സ്ത്രീധനമായിട്ടേ പൈസ കൊടുക്കത്തുള്ളൂ, അല്ലാതെ പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ഇൻഡിപെൻഡൻറ്റ് കൊടുക്കാൻ എഫ്എം തുടങ്ങാനോ അങ്ങനെ ഒന്നും പൈസ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അതായത് സ്ത്രീധനമായിട്ട് ഇവർക്ക് എത്ര വേണേലും കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ സ്ത്രീധനം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, ഇവരവിടെ പോയി ഒക്കെ തീർന്നു കഴിയുമ്പോൾ ഇവർക്ക് അങ്ങ് തുടങ്ങുമല്ലോ, പിന്നെ അവിടെ അമ്മായി അമ്മമാരും മോനാത് ഇതൊക്കെ. അപ്പോൾ പിന്നെ തിരിച്ചു വരാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഈ പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ദുരന്തം അനുഭവിക്കുന്ന സ്ത്രീകൾ മാത്രമൊന്നുമല്ല, ഇവിടുത്തെ തന്തമാരും കൂടെ തന്നെയാണ് അനുഭവിക്കുന്നത്. ഇപ്പം ഈ സ്ത്രീകൾ, ഇപ്പം ഞാനിപ്പം എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് എന്താ പറയുക, ഇപ്പം നമ്മൾ ഇത്ര പേരോടെ സെക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പം ശരിക്കും ലോകം വിശാലമാകുമ്പോൾ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി അവന്മാർക്ക് തന്നെയല്ലേ കിട്ടുന്നത്. ബുദ്ധിയിലെ മണ്ടന്മാരാണോ നിങ്ങൾ? ഇതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. അപ്പം ഇതെല്ലാം തന്തവരിക്കപ്പെട്ട ലോകത്തിൻ്റെ ഇതാണ്. പിന്നെ ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുടുംബശ്രീ വൈബ് അതൊക്കെ. പിന്നെ ഈ യൂണിവേഴ്സ് തന്തവൽക്കരിക്കപ്പെട്ട പ്രപഞ്ചമാണെന്ന് പറഞ്ഞു ലക്ഷ്മിക്കുട്ടി. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. പ്രപഞ്ചം യൂണിവേഴ്സിൽ നോക്കുമ്പം അത് തന്തവൽക്കരിക്കപ്പെട്ടല്ല. പൂച്ചയൊക്കെ പെറ്റിട്ട് പൂച്ചയുടെ അമ്മ മാത്രം അതിനെ നോക്കും, പിന്നെ അത് കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും. പട്ടി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെയാണ് അതിൻ്റെ എല്ലാ അട്ടിപ്പേർ അവകാശം മൊത്തം എടുത്ത്, അതായത് നീ ജീൻസ് ഇടാൻ പാടില്ല, നീ ഷോൾ ഇടാൻ പാടില്ല, അത് നീ ഷോളിട്ടേ പുറത്തു പോകാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പം പ്രപഞ്ചം തന്തവൽക്കരിക്കപ്പെട്ടതൊന്നുമല്ല. ഹ്യൂമൻ ബീയിങ്സ് പല സ്ഥലത്തും തന്തവൽക്കരിക്കപ്പെട്ടതല്ല. പക്ഷേ ഇവിടെ തന്തവൽക്കരിക്കപ്പെട്ട ആക്കിയെടുത്ത് എന്തിനാണ്? നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ക്ലീവേജ് കാണിച്ച് ഫോട്ടോ ഇടാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ ആറുകൂടെ ബൈക്കിൽ കയറി കറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ കിടന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ പ്രപഞ്ചം ഒരിക്കലും തന്തവൽക്കരിക്കപ്പെട്ടതല്ല. പിന്നെ സർട്ടിഫിക്കറ്റിലെ കോളം, സർട്ടിഫിക്കറ്റിലെ കോളത്തിൽ ഡാഡെന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ള കാര്യമാണ്. അതായത് ഈ രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ ഞാനത് ചെറുപ്പത്തിൽ അതായത് സർട്ടിഫിക്കറ്റ്, എനിക്ക് അച്ഛനില്ലല്ലോ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം അച്ഛൻ്റെ പേര്, അപ്പോൾ അച്ഛൻ്റെ ഒരു പേരുണ്ട്, പക്ഷേ അയാൾക്ക് ഇനിഷ്യലില്ല. അപ്പോൾ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റിലും അമ്മയുടെ ഇനിഷ്യൽ തന്നെയാണ്, അച്ഛൻ്റെ ഇനിഷ്യൽ. പിന്നെ നേരത്തെ വിനയ മാഡം പറഞ്ഞ കാര്യം, എന്തുകൊണ്ട് അച്ഛൻ്റെ കുടുംബ പേര് ഇടുന്നു? എൻ്റെ പേര് ശ്രീലക്ഷ്മി അറക്കൽ. അത് അറക്കൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ കുടുംബ പേരാണ്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞാൽ അച്ഛൻ ഇല്ലാത്തത് കൊണ്ടാണ് വന്നത്. അതായത് അമ്മ ഭയങ്കരമായിട്ട് എന്താ പറയുക ഫെമിനിസ്റ്റ് ആയതുകൊണ്ടാണോ ഇട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അച്ഛൻ അവിടെ ആബ്സെൻ്റ് ആണ്, അതുകൊണ്ടാണ്. അപ്പം പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പോൾ എന്താ ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും കൂടെ എനിക്കെതിരെ പറയുന്നൊക്കെയുണ്ട്. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ കേസ് പറയുവാണെങ്കിൽ അവിടെ ഈ തന്ത, അതായത് ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ വാർഡ് മെമ്പറിൻ്റെ ഭാര്യയായിരിക്കും വനിതാ വാർഡിൽ അവിടെ മത്സരിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഇങ്ങനെ പറയും ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ചേട്ടനായിരിക്കും ചിലപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചൊക്കെ ആയിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരുന്നതൊക്കെ. അപ്പോൾ അതും ഈ തന്തവൽക്കരിക്കപ്പെട്ട. അപ്പം ഈ പഞ്ചായത്ത് മെമ്പർ തൊട്ട് നമ്മളുടെ രാഷ്ട്രപതി ലെവലിൽ നോക്കുകയാണെങ്കിൽ പ്രഥമ പൗരമായിട്ടുള്ള ഒരാളാണല്ലോ അപ്പം അതിനകത്ത് വരുമ്പോൾ നമ്മൾ നോക്കണേ രാഷ്ട്രപതി പെണ്ണാണ്, പക്ഷേ അതെന്താ ഡോളായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ പിടിച്ച് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം എത്രയോ പെണ്ണുങ്ങളെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയുണ്ട്, എത്രയോ വോയിസ് ഉള്ള പെണ്ണുങ്ങളെ പ്ലേസ് ചെയ്യാനുണ്ട്, പക്ഷേ അങ്ങനെ ചെയ്യത്തില്ല. അത് എന്താ പറയുക, അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയിലെ എന്താ പറയുക അവരുടെ ഡോളുകളായിട്ടോ നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ. അപ്പം ഈ തന്തവൽക്കരണം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഫാമിലി തൊട്ട് ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഫാമിലി തൊട്ട് അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രഥമ പൗര വരെ എത്തി നിൽക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെ എറിയണമെങ്കിൽ തന്തമാർ പറയുന്നത് അനുസരിക്കാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ആ തന്തമാർ എന്ത് പറഞ്ഞാലും അതിനനുസരിക്കാതെ നിങ്ങൾ സ്വന്തം കാലിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യം ചെയ്യുക, ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല.